Hi friends, welcome to Pebbles. ഇന്ന് നമുക്കൊരു പരീക്ഷണം ചെയ്യാം. ചലിക്കുന്ന ജലം. ഈ പരീക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ 2 പേപ്പർ കപ്പ്, ഒരു പ്ലേറ്റ്, ഒരു കഷ്ണം നൂല്. നൂലിൻ്റെ വലിപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അവസാനമായി വേണ്ടത് നിറമുള്ള ജലമാണ്. ഇതിൽ ഞാൻ പച്ച നിറമാണ് കലർത്തിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നിങ്ങൾക്ക് കലർത്താവുന്നതാണ്. ആദ്യം തന്നെ ഈ നിറമുള്ള ജലം നമുക്കൊരു കപ്പിലേക്ക് ഒഴിക്കാം. 2 കപ്പുണ്ട്, അതിനകത്ത് ഒരു കപ്പിലേക്ക് നമുക്ക് ഈ ജലം ഒഴിച്ചു വെക്കാം. കപ്പിന്റെ പകുതി വരെ മാത്രം ജലം ഒഴിച്ചാൽ മതി. ബാക്കിയുള്ള ജലം നമുക്ക് ആ ഒരു ബൗളിൽ തന്നെ നമുക്ക് അവിടെ സൂക്ഷിച്ചു വെക്കാം. ഇപ്പോൾ നമ്മൾ 2 കപ്പുള്ളതിൽ ഒരു കപ്പിൽ പകുതിയോളം ജലം എടുത്തിട്ടുണ്ട്. അടുത്ത കപ്പിൽ ഒന്നും ഇല്ല. ഇനി നമുക്ക് വെള്ളമുള്ള കപ്പിൽ നിന്നും വെള്ളമില്ലാത്ത കപ്പിലേക്ക് വെള്ളം ഒഴിക്കണം. നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഡയറക്റ്റായിട്ട് ഒഴിക്കുകയല്ല. നമുക്ക് ഈ നൂല് ഉപയോഗിച്ച് എങ്ങനെ ഒരു കപ്പിൽ നിന്നും അടുത്ത കപ്പിലേക്ക് ജലത്തെ എത്തിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ബാക്കി വന്ന ജലമുള്ള ബൗളിൽ നമ്മുടെ നൂല് നന്നായിട്ട് മുക്കി വയ്ക്കാം. നൂലിൽ നന്നായി ജലം കുടിക്കുന്നത് വരെ നമുക്ക് ആ കപ്പിലിട്ട് വെക്കാവുന്നതാണ്. ഇപ്പോൾ നോക്കൂ, നൂല് നന്നായി നനഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂലിൻ്റെ ഒരറ്റം വെള്ളമുള്ള കപ്പിലേക്ക് വെക്കാം. നമ്മൾ 2 കപ്പിൽ ഒരു കപ്പിൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ആ കപ്പിനകത്തേക്ക് ഒരു നൂലിൻ്റെ ഒരു ഭാഗം നമുക്ക് വെക്കാവുന്നതാണ്. അടുത്ത കപ്പ് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നൂലിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ആ കപ്പിലേക്ക് വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ വെള്ളമുള്ള കപ്പ് നന്നായി ഒന്ന് ചെരിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ സാവധാനം ചെരിക്കണം. വെള്ളം പുറത്തേക്ക് ഒഴുകി പോവാതെ നന്നായി ചെരിച്ചു കൊടുക്കുന്ന സമയത്ത് ആ നൂലിലൂടെ വെള്ളം പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ജലം പതുക്കെ നൂലിലൂടെ അടുത്ത കപ്പിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ? നോക്കൂ, കപ്പ് നിറഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? നൂലിലൂടെ വെള്ളം അടുത്ത കപ്പിലേക്ക് പോവാനുള്ള കാരണം എന്താണ്? ഇവിടെ നമ്മൾ പ്രയോഗിച്ചിരിക്കുന്ന തത്വം കൊഹിഷൻ എന്ന തത്വമാണ്.